ഹലോ എൻ്റെ കുഞ്ഞുമക്കളെ, എന്താല്ലേ നമ്മളെ നാട്ടിൽ എല്ലാത്തിനും നിയമമുണ്ട്, എല്ലാത്തിനും ആൾക്കാരുണ്ട്, എല്ലാത്തിനും ഗവൺമെന്റ് എന്താ പറയുക ശമ്പളം കൊടുത്ത ആളെ നിർത്തിയിട്ടുണ്ട്. ഒരു സംഗതിക്കും അതിൻ്റെതായ രൂപത്തിൽ എന്താ പറയുക ജോലി ചെയ്യുന്ന ആൾക്കാരില്ല എന്നാണ് സത്യം. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിൻ്റെ ഒരു സമ്പത്ത് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ, ആ ജോലിൻ്റെ ഒരു ശമ്പളം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജോലിയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഓരോരുത്തരും ഉദ്യോഗസ്ഥരും സത്യസന്ധതയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട് എവിടെയോ എത്തും. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. ആ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഒക്കെ ഒരു സേഫ്റ്റി നോക്കുകയാണ്, അതിൻ്റെ ആദ്യത്തെ ആ വെളിച്ചെണ്ണൻ്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഒന്ന് കണ്ടോക്കാണ്. എന്താ അവസ്ഥ അല്ല ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കണത് നമ്മളെ പൈത മക്കൾക്കും നമ്മളൊക്കെയാണല്ലോ കഴിക്കണത്. ഒരിക്കലും പുറത്തൊന്നും പോയി കഴിഞ്ഞാൽ ഒരു സാധനം കഴിക്കരുത് മക്കളെ. എന്താ അവസ്ഥ? എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് കഴിക്കുക, അതും ചിലപ്പം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊന്നും ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു സംഭവമാണ് ഇവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു പ്രവാസ ലോകത്ത് ഏത് മനുഷ്യനും എന്ത് സാധനം ധൈര്യത്തിൽ മേടിച്ച് കഴിക്കുക. ഒരു ദിവസം ഡേറ്റ് തെറ്റിയ സാധനം പോലും കടകളിൽ വെക്കാൻ പറ്റൂല. വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട അങ്ങോട്ട് പൂട്ടും. അത് എത്ര വലിയ ഷോപ്പാണെങ്കിലും എത്ര വലിയ എന്താ പറയുക മാളാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. ആ കട പിന്നെ കിട്ടൂല, ലൈസൻസ് ആണ്ട് വന്നാക്കും. എന്താ അവസ്ഥ? നമ്മളെ നാട്ടിൽ ആദായം പറഞ്ഞത്, നമ്മളെ നാട്ടിൽ ഇതിനൊക്കെ ആൾക്കാരുണ്ട്, ഇതിനൊക്കെ ജോലിക്കാരുണ്ട്, ഇതിനൊക്കെ എന്താ പറയുക ഗവൺമെന്റ് ഓരോരുത്തരും വെച്ചിട്ടുണ്ട്. സത്യസന്ധതയിൽ ആരും ജോലി ചെയ്യണില്ല. സത്യസന്ധതയിൽ ഒരാൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ നാട്ടിൽ ബാനാക്കും, എന്തെല്ലാം സാധനങ്ങൾ ഒഴിവാക്കും, ഏതെല്ലാം ഹോട്ടലുകൾ പൂട്ടും. എന്താ അവസ്ഥ അല്ലേ? ഞാനൊരു പ്രാവശ്യം എൻ്റെ ഞങ്ങൾ ഒരു നാട്ടിൽ നിന്ന് പിന്നെ ഒരു വലിയൊരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഒരു ദിവസം ഭക്ഷണം കഴിച്ച് എന്താ പറയുക കുറച്ച് അങ്ങോട്ട് പോയി കോഴിക്കോട് എത്താൻ നേരത്ത്, കോഴിക്കോട് എത്തുന്നതിൻ്റെ മുന്നിൻ്റെ മോൾക്ക് ഒന്നാകെ മേത്തൊക്കെ അങ്ങോട്ട് പൊന്തി ഭയങ്കര എന്താ പറയുക കുട്ടിക്ക് ഒരു അസ്വസ്ഥതായി. അങ്ങനെ ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു ഫുഡിൻ്റെ അലർജിയാണെന്ന്. അതുവരെ ആ കുട്ടി വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, പുറത്തുനിന്ന് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോയി. അവിടെ എത്തിയപ്പോഴത്തേന് തുടങ്ങി. നമ്മളെ തിരൂരിൽ അറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയണില്ല. അത് അവിടുന്ന് കഴിച്ചത് ഫ്രൈഡ് റൈസാണ്. ചിലപ്പോൾ അത് തണുത്ത ഭക്ഷണമാവും, അല്ലാന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും. അത് കുട്ടിക്ക് പറ്റിയില്ല. എന്താ അവസ്ഥകളൊന്നും ആലോചിച്ചോക്കണം. യാത്രയിലാണ്, ഞങ്ങളൊരു വഴിക്ക് പോവായിരുന്നു. അങ്ങനെ അന്നത്തെ ആ പോക്കും മുടങ്ങി നേരെ ഡോക്ടറെ കാണിച്ച് കുട്ടിക്ക് വയ്യാതായി. കുട്ടിക്ക് അവിടുന്ന് എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് നാട്ടിൽ തന്നെ തിരിച്ചു പോന്നു. ഇതാണ് നമ്മളെ നാട്ടിലത്തെ അവസ്ഥ. നമുക്കുള്ള അനുഭവം. നമ്മൾ പിന്നെ ആ ഹോട്ടലിൽ വന്നിട്ട് കച്ചറ ഉണ്ടാക്കാനോ വർത്താനം ഉണ്ടാക്കാനോ ഒന്നും നിന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പറയണത് നമുക്ക് ഒന്നാമത് അതിന് മുന്നിൽ നടക്കാൻ നേരമില്ല. എന്താ അവസ്ഥ? ഇതൊക്കെയാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു സാധനം മേടിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്. ഇതാണ് നമ്മളെ നാട്ടിലത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടും.